കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ നായർ ഈഴവ ലഹള. ഈഴവ മെമ്മോറിയലിന് ശേഷം സാമൂഹികമായ അവഗണനയിൽ നിന്ന് മോചനം നേടാനുള്ള പ്രവണതകൾ കണ്ടു തുടങ്ങി. ഈഴവ സ്ത്രീകൾ മാന്യമായി വസ്ത്രധാരണം ചെയ്തു തുടങ്ങിയതും ക്ഷേത്രങ്ങളിൽ കയറി തുടങ്ങിയതും മറ്റും നായർ പ്രമാണിമാർക്ക് സഹിച്ചില്ല. ഇത് പലയിടത്തും സംഘർഷത്തിന് വഴിതെളിച്ചു. ഏവൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈഴവ സ്ത്രീകൾ നായർ സ്ത്രീകളെ അനുകരിച്ച് വസ്ത്രം ധരിച്ച് എത്തിയതിലും അതുവരെയുള്ള മാമൂലുകൾ അനുസരിച്ച് അനുവദിക്കപ്പെട്ടിരുന്നതിനേക്കാൾ അടുത്ത് നിന്ന് വിഗ്രഹ ആരാധന നടത്തിയതിലും നായർ പ്രമാണിമാർ ഇഷ്ടപ്പെട്ടില്ല. ക്ഷുഭിതരായ അവർ ഈഴവരായ പുരുഷന്മാരെ അടിക്കുകയും സ്ത്രീകളെ വിവസ്ത്രരാക്കുകയും ചെയ്തു. നായന്മാരുടെ എതിർപ്പിനെ അവഗണിച്ച് സർക്കാർ സ്കൂളിൽ ഈഴവ കുട്ടികൾക്ക് പ്രവേശനം നൽകിയത് പലയിടത്തും അക്രമത്തിന് കാരണമായി. ഈഴവ കുട്ടികളെ നായന്മാർ പൊതുരെ തല്ലി. അക്രമത്തിൽ സർക്കാർ കാട്ടിയ ഉദാസീനതയ്ക്കെതിരെ കൊല്ലം പരവൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുജനനന്ദിനി എന്ന ഈഴവ പത്രം ശക്തിയായി പ്രതികരിച്ചു. പൊറുതിമുട്ടിയ ഈഴവർ ക്രിസ്തുമതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ കൂട്ടത്തോടെ മതം മാറിയേക്കുമെന്ന് അതിനിടെ വാർത്ത പരന്നു. ഇതിനെ തുടർന്ന് 1904 മാർച്ചിൽ കൊല്ലത്ത് വച്ച് ഇരുവിഭാഗ നേതാക്കളും യോഗം ചേർന്ന് മേലാൽ അക്രമം പാടില്ലെന്ന തീരുമാനത്തിലെത്തി. അതോടെ ഈഴവ നായർ ലഹളയ്ക്ക് അല്പം ശമനം കിട്ടി. കൊല്ലത്തായിരുന്നു ഈഴവ നായർ ലഹള കൂടുതലും നടന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.